ശ്രീമാത്രേ നമഃ. മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. കഥയുടെ തുടർച്ചയിലേക്ക്. ധ്യാനനിരതനായിരിക്കുന്ന പരമശിവനു നേർക്ക് കാമബാണമെയ്യാൻ റെഡിയായി കാമദേവൻ നിന്നു. എന്നും പാർവതീദേവി ഒരു കൈ പുഷ്പവുമായി വന്ന് പരമശിവന്റെ പാദപത്മങ്ങളിൽ അർച്ചിക്കുക പതിവാണ്. അന്നും പതിവ് പോലെ സുന്ദരിമാരിൽ സുന്ദരിയായി വന്ന് പരമശിവന്റെ തൃക്കാൽക്കളിൽ ഈ പൂക്കൾ അർപ്പിച്ചു. ആ സമയത്ത് ഈ കാമദേവൻ ഒളിഞ്ഞിരുന്ന് അമ്പെയ്തു. അമ്പ് കുറിക്കുകൊണ്ടു. ഭഗവാൻ എന്നും ഈ പെൺകുട്ടിയെ കാണുന്നതാണ്. പക്ഷെ അന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ വ്യത്യാസം. ഇവൾ സുന്ദരിയാണല്ലോ എന്നൊരു തോന്നൽ. അനുരാഗം ഒന്ന് മുട്ടിടുകയും ചെയ്തു. പരമശിവൻ വളരെ സൂക്ഷ്മദൃക്കായതുകൊണ്ട് മനസ്സിന്റെ ഈ ചഞ്ചലതയെ ഉടൻ മനസ്സിലാക്കുകയും ചഞ്ചലതയ്ക്കു കാരണം കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ കാമദേവനെ കണ്ടു. മനസ്സിന്റെ ചാഞ്ചല്യത്തിന് കാരണം എപ്പോഴും ആഗ്രഹങ്ങളായിരിക്കണം. ആ ആഗ്രഹത്തെ മനസ്സിലാക്കി ജ്ഞാനമാകുന്ന തൃക്കണ്ണു കൊണ്ട് നോക്കിയാൽ ആ ആഗ്രഹം ഇല്ലാതെയാകും, താനേ ഇല്ലാണ്ടായിക്കൊള്ളും. പരമശിവൻ തൃക്കണ്ണു തുറന്നു. കാമദേവൻ ദഹിച്ചു. കാമനെ ജയിച്ചവനായതുകൊണ്ട് കാമേശ്വരൻ. ആ കാമേശനെ ദേവി ഒന്ന് നോക്കിച്ചിരിച്ചു. അതോടെ ഭഗവാൻ എല്ലാം മറന്നു. കാമനെ ചുട്ടുകരിച്ചവൻ താൻ മഹാജ്ഞാനിയാണ് എന്നൊക്കെയുള്ള ബോധം പോയി. ദേവിയുടെ ആ സല്ലാപത്തിൽ രസിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപുഞ്ചിരിയുടെ പ്രകാശധാരാളിത്തത്തിൽ ശിവന്റെ സൂക്ഷ്മദൃക്ക് ആയിട്ടുള്ള മനസ്സ് മുങ്ങിപ്പോവുകയും ശിവൻ ആ കാമേശ്വരിയെ തൻ്റെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു എന്നാണ്. ദേവി ഒന്ന് നോക്കി പുഞ്ചിരിച്ചപ്പോൾ കാമേശ്വരനായ പരമശിവൻ പോലും വീണുപോയി. ദേവി മഹാത്മ്യത്തിൽ ഇത് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. ജ്ഞാനിനാമപി ചേതാംസി എന്നു തുടങ്ങുന്ന 4 വരി ശ്ലോകത്തിൽ പറയുന്നു, ജ്ഞാനികളുടെ മനസ്സിനെ പോലും മോഹം കൊണ്ട് പിടിച്ച് വലിക്കാൻ ശക്തി ഈ ദേവിക്കുണ്ട്. മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. കാമേശ്വരന്റെ മാനസം പോലും ഈ ദേവിയുടെ പുഞ്ചിരിയാൽ മയങ്ങിപ്പോയി. അനാകലിത സാദൃശ ചുബുക ശ്രീ വിരാജിത. അനാകലിത സാദൃശ ചുബുക ശ്രീ വിരാജിത. ദേവിയുടെ താടിയെല്ലിനോട് തുലനപ്പെടുത്താവുന്ന ഒരു വസ്തു ഈ ലോകത്തില്ല. അതുകൊണ്ട് അനാകലിത സാദൃശ്യ, ഉപമിക്കാൻ സാധിക്കാത്തത്ര മനോഹരമായത്. ചുബുകം എന്നാൽ താടിയെല്ല്. അതിമനോഹരമായത് എന്ത് കണ്ടാലും നമ്മുടെ മനസ്സ് നിശ്ചലമാകും. നിർനിമേഷരായി നോക്കി നിൽക്കുക എന്നൊക്കെ പറയാറില്ലേ? കമ്പയർ ചെയ്യാൻ ഒന്നുമില്ലാത്തപ്പോൾ യഥാർത്ഥത്തിൽ ദേവി എന്താണോ അത് നമുക്ക് മനസ്സിലാകും. അനാകലിത സാദൃശ